വോട്ടുകളുടെ ആരോപണം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി രാജ്യത്താകമാനം അലയടിക്കുകയാണല്ലേ. അപ്പോൾ അതിനിടെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ഒരാൾക്ക് ഒരു വോട്ട് എന്ന ആശയവും ജനാധിപത്യ സംരക്ഷണം എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് 2 ആഴ്ച നീളുന്ന യാത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ കോൺഗ്രസ് യാത്ര സംഘടിപ്പിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മറുപടിയും നൽകും. നമുക്കപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ബീഹാറിൽ നിന്ന് അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു യാത്ര, വോട്ട് അധികാർ യാത്രയ്ക്ക് തുടക്കമാവുക. എപ്പോഴാണ് ഈ പരിപാടിക്ക് തുടക്കമാവുക? എപ്പോഴാണ് ഉദ്ഘാടനം? പറയും. അതെ, വലിയ പ്രചാരണ പ്രവർത്തനമാണ് വോട്ടധികാർ യാത്രയിലൂടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 ഇവിടെ വെച്ച് സസാറാമിലെ ഈ വലിയ വേദിയിൽ വെച്ച് യാത്രയുടെ ഉദ്ഘാടനം നടക്കും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഏതാണ്ട് 10,000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നേതാക്കളും പ്രവർത്തകരും എല്ലാം സസാറാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ബീഹാറിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തേജസ്വി യാദവ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 വരെ നീളുന്ന ഈ യാത്രയിലൂടെ ഏതാണ്ട് 20-ലധികം ജില്ലകളിലൂടെ കടന്നുപോയി ജനങ്ങളോട് വോട്ട് മോഷണത്തെക്കുറിച്ചും ഒപ്പം തന്നെ ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ചും പറയാനാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്. അതിന്റെ ആവേശം പ്രവർത്തകരിലേക്ക് ഉണ്ട്. ഇതാ ഇന്ത്യയുടെ കൊടിയും കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങളും എല്ലാം ഏന്തി ആളുകൾ ഇവിടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. मेरा क्या कहूँ, कुछ कहा नहीं जाता, बिन के भी तो रहा नहीं जाता। मेरा नाम विजय कुमार सिंह यादव धावक उर्फ हिंदुस्तानी टाइगर उर्फ तिरंगा झंडा वाला, भालपुर जिला बिहार, बीरपुर प्रखंड का रहने वाला हूँ। 1989 में NSY तिलका माझी भालपुर यूनिवर्सिटी का अध्यक्ष रह चुका हूँ. അദ്ദേഹം NSUവിന്റെ പഴയ നേതാവാണ്, പഴയ വിദ്യാർത്ഥി പോരാളി. അങ്ങനെയുള്ള ഒരുപാട് പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബർ 1 വരെ നീളുന്ന ഈ യാത്രയിലൂടെ ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഒപ്പം തന്നെ വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുക എന്നത് കൂടി ഉദ്ദേശിക്കുന്നു. അനൂപ്, അതേപോലെ തന്നെ ഈ ഒരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയും നൽകുന്നുണ്ട്. അപ്പോൾ രാജ്യം അത് ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു വ്യാഴാഴ്ച ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് രാജ്യത്തെ ഞെട്ടിക്കുകയായിരുന്നു. ഇതാ വോട്ടെടുപ്പിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. 1,00,000-ലധികം വോട്ടുകൾ കള്ള വോട്ടായി ചേർത്തിട്ടാണ് 30,000 വോട്ടിന് BJP ജയിച്ചത് ബംഗളൂരു സെൻട്രൽ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടു. അതിനുശേഷം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ അഫിഡവിറ്റ് തരൂ, അതിനുശേഷം ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയുകയല്ലാതെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തു മറുപടി എന്ന് കൃത്യമായി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിരുന്നില്ല. അതിന്നുണ്ടാവുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ കൂടുതൽ ബാധിക്കും. ശരി അനൂപ്, എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്.